അപ്പോൾ ഗേസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ കൊല്ലത്ത് വെച്ചപ്പോൾ ഇറങ്ങിയതാണ് ഗേസ്. അപ്പോൾ ഗേസ് നമ്മൾ ഇവിടുന്ന് പള്ളിയിലേക്ക് പോവാണ് ഗേസ്. വീഡിയോ എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല ഗേസ്, സമയം കുറവായിരുന്നു. നമ്മൾ കന്യാകുമാരിയിൽ എത്തേണ്ടതായിരുന്നു. നമ്മൾ അടുത്ത വീഡിയോയിൽ എല്ലാം ഗേസ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതാണ്. കടുവപ്പുള്ളി ഞാനൊക്കെ കണ്ടോ, നമ്മൾ റസൂലിൻ്റെ റബ്ബറില്ല. അപ്പോൾ ഗേസ് നമ്മൾ രാത്രി 4 മണിയൊക്കെ ആയതിന് മുമ്പ് ഗേസ് നമ്മളിവിടെ വന്ന്, നമ്മൾ പോണ വഴിക്കാണ് ഗേസ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിവിടെ കടുവപ്പള്ളിയിലാണ് ഗേസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ മക്ബറയും എല്ലാവരും ഉണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് ടൂർ വന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോ എടുക്കാൻ, ഖബർസ്ഥാൻ്റെ വീഡിയോ എടുക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട് അത് എടുക്കാമെന്നാണ് ഞാൻ ഓർത്തത്. അപ്പോഴാണ് അവിടുത്തെ ഇക്ക പറഞ്ഞത് അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന്. പിന്നെ ഉള്ളിൽ കയറാമെന്ന് ഓർത്തപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റില്ല, അപ്പുറം നിന്നാലാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ പോയി ഖബറിൻ്റെ അടുത്തൊക്കെ പോയി. ഔലിയാടെ പേര് പക്ഷെ ആർക്കും ഇതുവരെ ആയിട്ടും അറിയാൻ പാടില്ല. എല്ലാവരും അറിയാവുന്ന പേരാണ് കടുവ. പെണ്ണുങ്ങളൊക്കെ അപ്പുറയാണ് കയറുന്നത്. അപ്പം എനിക്ക് കയറാൻ പറ്റില്ല. ഞാൻ കയറി തങ്ങളുടെ അടുത്തൊക്കെ പോയി. എന്നിട്ട് ഇതേ കണ്ട, ഞാൻ അപ്പുറമൊക്കെ നീ വീഡിയോ എടുക്കാമെന്നൊക്കെ ഓർത്ത് ഞാൻ പോയി ഖബറിൻ്റെ അടുത്ത് പോയി വന്ന്. എന്നിട്ട് ഞാൻ ഇവിടുത്തെ വീഡിയോകളൊക്കെ എടുക്കാറുണ്ട് ഗേസ്. അപ്പോൾ ഗേസ് നമ്മൾ നല്ല ഉറക്ക പീച്ചയിലാണ് ഗേസ്, മുഖമൊക്കെ കഴുകിയിട്ടാണ് ഗേസ് നമ്മൾ വന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതൊക്കെ കാണിച്ചു തരാമെന്ന് ഓർത്താണ്. പക്ഷെ അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖബർസ്ഥാൻ്റെ പരിസരവും കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് ഗേസ്. അപ്പം നല്ലൊരു പൂരിഷ്ടമുള്ള പള്ളിയാണെന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അവിടെ മദ്രസയുണ്ട്, എന്താണ്ട് ഓഫീസൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു പള്ളിയാണ്. ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് ഇവിടെ നേർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. തങ്ങളുടെ പേര് കടുവത്തങ്ങൾ എന്നാണ് എല്ലാവരും പറയുന്നത്. കടുവയിൽ ജുമാ മസ്ജിദാണ് പള്ളിയുടെ പേര്. വലിയൊരു പള്ളിയാണ്. പക്ഷെ അവിടെ തിക്കാന്മാർക്കൊക്കെ നല്ല സ്നേഹമുണ്ട്. നമുക്ക് ഗേറ്റൊക്കെ തുറന്നു വന്ന് ഇവിടെയൊക്കെ വന്ന്. അപ്പം നമ്മൾ തിരിച്ച് പോവാണ്, സമയം കുറവാണ്. അപ്പം നമുക്ക് പോവാം ഗേസ്. നമ്മളിങ്ങനെ തിരിച്ച് പോവാണ്. ഇവിടെ വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞ് പൂവൊന്നും പറിക്കാൻ പാടില്ലെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ചിലവരൊക്കെ ചോദിച്ച് പൂവ് പറിച്ചോട്ടെ, പക്ഷെ അതൊന്നും പറിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ എങ്ങനെയെങ്കിലും ഫ്രണ്ടിലെത്താമെന്നോർത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ്. നമ്മുടെ ബസ് അവിടെ കിടക്കുന്നുണ്ട്. ബസ്സിൽ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് പോവാണ്. നമ്മൾ അവിടുത്തെ വീഡിയോ എടുത്ത് അവിടെ ഗേറ്റ് തുറന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടി മാത്രമായിട്ട് അയക്ക തുറന്നു തന്നാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ബാക്കിയുള്ളവരൊക്കെ പതിയെ വഴാണ് ഗേസ്. നമ്മൾ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി. അവിടെയാണ് ഗേസ് ട്രാവലർ അവിടെ കിടപ്പുണ്ട്. ഞാൻ പള്ളിയുടെ അത് കാണിച്ചു തരാം, പള്ളിയുടെ പുറം വശം കാണിച്ചു തരാം. ഞാൻ ആദ്യം അപ്പുറം നിന്നിട്ട് കാണിച്ചു തരാം ഗേസ്. ഇത് കണ്ടോ, കടുവയിൽ ജുമാ മസ്ജിദ്. എന്താ അങ്ങനെ വിളിക്കണമെന്നൊന്നും അറിയാൻ പാടില്ല ഗേസ്. കണ്ടോ, കടുവയിൽ ജുമാ മസ്ജിദ്. നമ്മളപ്പോൾ ഗേസ് നമ്മളപ്പോൾ ഇനി ബസ്സിലേക്ക് കയറാൻ പോവാണ് ഗേസ്. അപ്പോൾ നമ്മൾ ആലുവ രജിസ്ട്രേഷൻ ബസ്സാണ്. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറാം.